ഇന്നത്തേത് ചിരങ്ങ വെച്ചിട്ടുള്ള റൈറ്റ് ആയാലോ. ചിരങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, ഞങ്ങളുടെ നാട്ടിൽ മത്തങ്ങയാണ് ചിരങ്ങ എന്ന് പറയുന്നത്. അപ്പോൾ ചിരങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി കളയുക, അതേപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ആ വിത്തും അതിൻ്റെ ആ ഒരു സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം വിത്തും വയറൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മളൊന്ന് കഴുകി എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ മത്തങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്താൽ കേട്ടോ. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റൊക്കെ വേവിച്ചാൽ മതിയോ. അത് നമ്മൾ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് പിന്നെ ഐസ് കേട്ടോ, നമ്മൾ തിളപ്പിച്ച് ആറ്റിയിട്ടുള്ള പാൽ ഐസായിട്ടാക്കി എടുക്കുക. അത് നമ്മൾ ഈ മത്തങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 3-4 ഈന്തപ്പഴം വെള്ളത്തിലോ പാലിലോ കുതിർത്ത് വെക്കുക. നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുക, അപ്പോൾ അത് കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ജ്യൂസിന് അടിക്കുന്ന പോലെ അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈന്തപ്പഴം ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ മത്തങ്ങയുടെ ഒരു മണം ഉണ്ടാവും. ആ ഒരു മണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈന്തപ്പഴം ഇട്ട് കൊടുക്കുന്നുള്ളത്. ഈന്തപ്പഴം ഇടുമ്പോൾ ജ്യൂസിന് നമുക്ക് അത്ര മത്തങ്ങയുടെ ഒരു സ്മെൽ അനുഭവപ്പെടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നതിന്